ദേവാർപ്പണത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതിജീവനത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന മലയാളിക്ക് പ്രത്യാശയുടെ കിരണങ്ങൾ സമ്മാനിച്ച് ഒരു ചിങ്ങമാസം കൂടി വരവായി. പെരുമഴ താണ്ഡവമാടിയ കേരള നാടിന് പുതിയൊരു പുതുവർഷം കൂടിയാണ്. കർക്കടകത്തിലെ പെരുമഴ മലയാള നാടിനെ ചില്ലറിയൊന്നുമല്ല ദുരിതത്തിലാഴ്ത്തിയത്. എന്നാൽ വറുതിക്ക് പ്രളയക്കെടുതിക്കും വിട ചൊല്ലി പ്രത്യാശയുടെ പുതിയൊരു പുലരിയാണ് ചിങ്ങമാസം നമുക്ക് തരുന്നത്. കൊല്ലവർഷത്തിലെ പ്രഥമ മാസമാണ് ചിങ്ങം. സൂര്യൻ ചിങ്ങൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് ചിങ്ങമാസം. മലയാളിയുടെ പ്രിയങ്കരമായ ഉത്സവമായ ഓണം ചിങ്ങമാസത്തിലാണ്. മാസങ്ങൾക്ക് പേര് കൊടുത്തിരിക്കുന്നത് നക്ഷത്രരാശികൾക്ക് അനുസരിച്ചാണ്. സിംഹം എന്ന പദം ലോപിച്ചുണ്ടായ ചിങ്ങം സിംഹത്തിൻ്റെ രൂപത്തിലും ലിയോ എന്ന നക്ഷത്രഘടനയുമാണ് സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും ചിങ്ങമാസത്തിൻ്റെ ആരംഭം ശുഭകരമായ ഒരു കാലഘട്ടം തന്നെയാണ്. അതായത് വിളവെടുപ്പ് കാലത്തെ വരവേൽക്കാൻ കർഷക സമൂഹത്തിൽ മാസത്തിലെ ആദ്യ ദിവസം ഗംഭീരമായി ആഘോഷിക്കുന്നു. കൂടാതെ ഈ കാലഘട്ടം സമീപ ഭാവിയിൽ നിരവധി ഉത്സവങ്ങളിലേക്കും സന്തോഷകരമായ അവസരങ്ങളിലേക്കും ആളുകളെ അടുപ്പിക്കുന്നു. ചിങ്ങമാസത്തിലെ പ്രധാനപ്പെട്ട ഉത്സവാഘോഷങ്ങളിൽ ഒന്നാണ് ഓണം, അഷ്ടമി രോഹിണി. ചിങ്ങമാസത്തിലെ പ്രധാനപ്പെട്ട ഉത്സവാഘോഷങ്ങളിൽ ഓണം, അഷ്ടമി രോഹിണി എന്നിവ വളരെ വിശേഷത്തോടുകൂടി ജനങ്ങൾ കൊണ്ടാടുന്നു. പിന്നെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും വീടുകളിൽ വിളക്കുകളും പൂക്കളും കൊണ്ട് അലങ്കരിക്കുകയും ഭഗവാനെ ആരാധിക്കുന്നതിനായി ഭജനകളും പ്രാർത്ഥനകളും ചെയ്യുന്നത് ചിങ്ങമാസത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഈ മാസമാണ് സൂര്യഭഗവാനെ പ്രതിഷ്ഠിച്ചതെന്നും പറയുന്നു. ചിങ്ങമാസത്തിലെ സൂര്യപ്രകാശം മേൽക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് നല്ല ആരോഗ്യം നൽകുമെന്നും ചർമ്മപ്രശ്നങ്ങളിൽ നിന്ന് അവരെ അകറ്റുമെന്നുമാണ് പറയുന്നത്. ഈ മാസത്തിലെ ജലം വളരെ ശുദ്ധവും ഔഷധ ഗുണവുമുള്ളെന്നാണ് പറയുന്നത്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വരവറിയിച്ച് പൊന്നോണം വിരുന്നെത്തുന്ന മാസത്തിലെ ആദ്യത്തെ ദിനം ആശങ്കകൾ ഏറെയുണ്ടെങ്കിലും വളരെയേറെ പ്രതീക്ഷയോടെയാണ് നാം ഓരോരുത്തരും പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുന്നത്. ഓരോ വീടുകളിലും കർക്കിടക മാസ അവസാന ദിനം തന്നെ ചിങ്ങമാസത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. ചിങ്ങത്തലേന്ന് വീട് കഴുകി വൃത്തിയാക്കി ലക്ഷ്മി ദേവിയെ കുടിയിരുത്തും. പിന്നെ ഈ ദിവസം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും നല്ലതാണ്. യുഗത്തിലെ ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി നാളിലാണ് മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്. ഈ ദിവസമാണ് ജന്മാഷ്ടമിയായി നമ്മൾ ആഘോഷിക്കുന്നത്. അനുഗ്രഹീതമായ ഒരു ചിങ്ങമാസം ആശംസിക്കുന്നു.